കളമശ്ശേരിയിൽ നടന്നതും എറണാകുളത്ത് മരടനീഷിനെ കാണാൻ ഗോകുൽ ഗുരുവായൂർ എന്ന തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പോയതും ഇതും യാദൃശ്ചിക സംഭവിച്ചതാണെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നാണ് കേരളത്തിലെ KPCC പ്രസിഡന്റിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലവിലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും SFI-മേലുള്ള ആക്രമണോത്സുകതയുടെ ഇപ്പോഴത്തെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇവരൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കോടാനുകോടി രൂപയുടെ ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയക്കുള്ള എല്ലാ സഹകരണവും ചെയ്യുന്നവരുടെ കൂട്ടമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംഘം മാറിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരുമിച്ച് വന്ന ചില സീരീസ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഇതിനു മുൻപ് ഇടുക്കിയിൽ വെച്ച് 5 കിലോ കഞ്ചാവുമായാണ് ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ KSUവിൻ്റെയും ഒക്കെ നേതാവ് KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തകനെ പിടിച്ചത്, നേതാവിനെ പിടിച്ചത്. ഇതിൻ്റെ കഥകൾ പുറകോട്ട് നോക്കിയാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ധാരണയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയെ ആക്രമിക്കാനും SFIയെ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തല നിരന്തരമായി മുറവിളി കൂട്ടുന്നത് എന്താണെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ മരടനീഷിനെ സഹായിക്കുന്ന, മരടനീഷിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ക്യാമ്പസിൽ ചെയ്യുന്ന, കേരളത്തിലെ ക്യാമ്പസിൽ വിദ്യാർത്ഥി പക്ഷപരമായി നീറ്റിനെതിരെയോ നെറ്റിൽ രാജ്യത്തെ സർക്കാർ നടപ്പിലാക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ സമരം നടത്താൻ കേസുകാരില്ല. പക്ഷേ ഇത് വിതരണം ചെയ്യാൻ 5 കേസുകാരുണ്ട്. നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ രാജ്യത്ത് UGCയുടെ നിയമം പാസ്സായി, അതിനെതിരെ സമരം നടത്താൻ കേസുകാരില്ല. പക്ഷേ എന്തുണ്ട്, ഇതൊക്കെ വിതരണം ചെയ്യാനും ഇതിൻ്റെ സപ്ലൈ ചെയിനായി പ്രവർത്തിക്കാനും മരടനീഷിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താവാനും കേരളത്തിലെ KSUവിൻ്റെ ജില്ലാ ലീഡർഷിപ്പുണ്ട്, സംസ്ഥാന ലീഡർഷിപ്പുണ്ട്, അതിൽ യൂണിറ്റിലുമുണ്ട്. ഈ ആപത്കരമായിട്ടുള്ള അവസ്ഥയെ അഭിസംബോധന ചെയ്യാൻ അവർ ഒരു ജാഥ നടത്തിയെന്നും പറഞ്ഞൊരു പ്രഹസന നാടകം നടത്തുന്നുണ്ടല്ലോ. അതിലുമില്ലേ ഇതേ സമാനമായ അവസ്ഥ. ആ ജാഥ എറണാകുളത്ത് എത്തിയപ്പോഴാണ് മരടനീഷിനെ കാണാൻ ടിയാൻ പോയത്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പോയത്. അതുമാത്രമാണോ വിഷയം? അതുമല്ല. അതിനപ്പുറത്തേക്ക് എറണാകുളം ജില്ല അവിടെ എത്തുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രഖ്യാപിച്ചതെന്താ? അതിലൊരുപാട് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഈ ജാഥയിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്താണ് നടപടി എടുക്കേണ്ടി വന്ന കാരണം? അവരെന്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള സമരത്തിൽ ഇത്ര വലിയ ഒരു അവയർനെസ് സമരത്തിൽ പങ്കെടുക്കുന്നില്ല? അതിന് കാരണം അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. KSUവിലെ ലഹരി മാഫിയ സംഘത്തെ കൃത്യമായി അന്വേഷിച്ച് പുറത്ത് ജനസമക്ഷം കൊണ്ടുവരണം എന്നുള്ളതാണ് SFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവർ ഒരു നെറ്റ്വർക്കാണ്. ഇന്ന് ഇവരുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ, ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഇവർക്ക് സംസ്ഥാന കമ്മിറ്റി യോഗം പോലും ചേരാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. സംസ്ഥാന ക്യാമ്പിൽ വെച്ച്, നെയ്യാർ ഡാമിൽ വെച്ച് മദ്യക്കുപ്പി വെച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും തമ്മിലടിച്ച് രക്തച്ചൊരിച്ചിലായിരുന്നു ആ ക്യാമ്പിലുണ്ടായിരുന്നത്. ഒറ്റപ്പെട്ട സംഭവമായാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ കാണാൻ തയ്യാറായത്. നിങ്ങളൊന്ന് കൂട്ടി വായിക്കണം, അതിനെയൊക്കെ ഒന്ന് നിങ്ങൾ കൂട്ടി വായിക്കണം. നെയ്യാർ ഡാമിൽ നടന്നത്, സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ കഴിയാത്തത്, തുടർച്ചയായി ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, ലഹരിക്കെതിരെ നടക്കുന്ന ജാഥയിൽ ഇവർ പങ്കെടുക്കാത്തത്, നേതാക്കന്മാർ പങ്കെടുക്കാത്തത്, മരടനീഷിനോട് ജില്ലാ പ്രസിഡന്റിൻ്റെ ബന്ധം, ലഹരിക്കെതിരെ ലഹരി കേസിൽ പിടിച്ച മുഴുവൻ പ്രതികളും KSUവുമായി ബന്ധം, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിച്ചവർ, യൂണിയൻ ഭാരവാഹികളായി അതിൽ മത്സരിച്ചവർ ഉൾപ്പെടെ. ഇങ്ങനെ ഏറ്റവും അവസാനം മഹാരാജാസിൽ യൂണിറ്റ് സമ്മേളനം നടത്തുമ്പോൾ ആ യൂണിറ്റ് സമ്മേളനത്തിൽ മദ്യപിച്ച് യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ പ്രസിഡന്റ്, ആ ജില്ലാ പ്രസിഡന്റ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാവട്ടെ മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ. അപ്പോൾ ഈ സംഘത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരിക്കൽ പോലും കേരളത്തിലെ കോൺഗ്രസ് ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അവർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നു പോലുമില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ഉണ്ടാകാൻ അവർ അനുവദിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കേരളത്തിലെ KSU ഈ ലഹരി മാഫിയ സംഘത്തെ തിരികെ ക്യാമ്പസിലേക്ക് ശക്തമാക്കി വളർത്തുന്നതിന് ആവശ്യപരമായുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്.